Hello everyone, welcome back to another video. CMA USA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കോമൺ ഡൗട്ടാണ് നമ്മുടെ IMA പ്രൊഫൈലിലെ നെയിം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫും അതുപോലെ തന്നെ നിങ്ങളുടെ IMA പ്രൊഫൈലിലുള്ള നെയിമും മാച്ചിങ് അല്ല എങ്കിൽ നിങ്ങളെ എക്സാം ഹാളിൽ കയറ്റുകയില്ല. പ്രോമെട്രിക് സെൻറ്റേഴ്സ് നിങ്ങളെ എക്സാം എഴുതാൻ അനുവദിക്കില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ IMA പ്രൊഫൈലുള്ള നെയിമും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിലെ നെയിമും എക്സാക്ട്ലി സെയിം ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രൂഫുകളാണ് IMA അല്ലെങ്കിൽ പ്രോമെട്രിക് സെൻറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രൈമറി ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് IMA കൺസിഡർ ചെയ്യുന്നത് ഒബ്വിയസ്ലി പാസ്പോർട്ടാണ്. സോ നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാസ്പോർട്ട് ആയിരിക്കും ഏറ്റവും അധികം പരിഗണന കിട്ടുന്നത്. അപ്പോൾ പാസ്പോർട്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പാസ്പോർട്ടിലുള്ള അതേ പേര് തന്നെ ആയിരിക്കണം എവിടെ ഉണ്ടായിരിക്കേണ്ടത്, IMA പ്രൊഫൈലിലും ഉണ്ടായിരിക്കേണ്ടത്. If there is a mismatch between the name in passport and the name in your IMA profile, you may not be able to write the exam. സോ പാസ്പോർട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, നമുക്ക് പാസ്പോർട്ടിലെ പേരും നമ്മുടെ മറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫിലെ പേരും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പാസ്പോർട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇനിഷ്യൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇനിഷ്യൽസിന് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഇലക്ഷൻ ID കാർഡ്, ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെയുള്ള ഐറ്റംസിൽ നമ്മുടെ ഇനിഷ്യൽസിന് എക്സ്പാൻഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ പാസ്പോർട്ടിലെ പേരും മറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫിലെ പേരും ഒബ്വിയസ്ലി ദർ വിൽ ബി ഡിഫറൻസ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ബട്ട് മോസ്റ്റ് കേസസിൽ ഇപ്പോൾ പുതുതായിട്ട് പാസ്പോർട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഡിഫറൻസ് ഉണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ തന്നെ സ്വയം ഡിസൈഡ് ചെയ്യണം, നമ്മൾ പാസ്പോർട്ട് വെച്ചിട്ടാണോ എക്സാമിന് പോവുക അതോ സെക്കൻഡ് ഓപ്ഷനായിട്ട് IMA പ്രിഫർ ചെയ്യുന്നത്, പ്രോമെട്രിക് സെൻറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നത് ഒബ്വിയസ്ലി ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. പാസ്പോർട്ട് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് എന്തിനാണ്, ഡ്രൈവിംഗ് ലൈസൻസിനാണ്. ഡ്രൈവിംഗ് ലൈസൻസിനോടൊപ്പം നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൊണ്ടു ചെല്ലണം. സോ പാസ്പോർട്ട് മാത്രമാണെങ്കിൽ ഒബ്വിയസ്ലി പാസ്പോർട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും കൂടെ നമ്മുടെ ഇലക്ഷൻ ID കാർഡും കൂടെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികളോട് ഡൗട്ടാണ്, സോ വാട്ട് അബൌട്ട് ആധാർ കാർഡ്? നമ്മൾ മിക്ക കേസിലും ആധാർ കാർഡാണല്ലോ യൂസ് ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആധാർ കാർഡ് പ്രോമെട്രിക് സെൻറ്റേഴ്സിൽ അത്ര പ്രിഫേർഡ് ഓപ്ഷൻ അല്ല. ദർ ഹാവ് ബീൻ സർട്ടൻ സിറ്റുവേഷൻസ് വെയർ ആധാർ കാർഡുമായിട്ട് പോയിട്ടുള്ള കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റാത്ത സെനാരിയോസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആധാർ കാർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആധാർ കാർഡുകൾ നമ്മൾ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ തന്നെയാണ് അത് എന്താവുന്നത് ഒരു കാർഡാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി അവർക്ക് ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം, ആൾമാറാട്ടം മാനിപ്പുലേഷനൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഇത് കാർഡ് ആക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഫോർ ദ സേഫ്റ്റി പർപ്പസ് ഞാൻ ഒരിക്കലും നിങ്ങളിത് റെക്കമെൻഡ് ചെയ്യില്ല ആധാർ കാർഡുമായിട്ട് പോകാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ IMAയുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആധാർ കാർഡ് ചിലപ്പോൾ അക്സെപ്റ്റഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആധാർ കാർഡുമായിട്ട് പോകേണ്ട ആവശ്യമില്ല, പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ എന്തിനു കൊടുക്കുക, പാസ്പോർട്ടിന് തന്നെ കൊടുക്കുക. സെക്കൻഡ്, പാസ്പോർട്ട് നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ താല്പര്യമില്ല അല്ലെങ്കിൽ പാസ്പോർട്ടിലെ പോലെ എക്സ്റ്റെൻഡഡ് നെയിം നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പ്ലസ് ഇലക്ഷൻ ID കാർഡ് ആയിരിക്കും ഏറ്റവും പ്രിഫേർഡ് ഓപ്ഷൻ. സോ ഇനി ഏതാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് തന്നെ അതിലെ പേര് തന്നെ ആയിരിക്കണം നിങ്ങളുടെ IMA പ്രൊഫൈലിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം IMA പ്രൊഫൈലിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ്, ഇമെയിൽ ID മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് തന്നെയാണെങ്കിൽ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. പക്ഷേ തീർച്ചയായിട്ടും പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മിസ്മാച്ച് ആവാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് IMAക്ക് മെയിൽ അയച്ച് അവരായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, തിരുത്തേണ്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം IMA രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പേര് കൊടുക്കാനായിട്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. അവർ മാറ്റിത്തരും, തെറ്റുണ്ടെങ്കിൽ തിരുത്തിയൊക്കെ തരും, പക്ഷേ ടൈം എടുക്കും. പലപ്പോഴും നമ്മൾ എക്സാമിനോട് അടുപ്പിച്ചായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൺസേൺ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ അക്കൗണ്ട് കാണിക്കുകയാണ്. പലപ്പോഴും സ്റ്റുഡൻസിനുള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ പേര് ആക്ച്വലി IMA പ്രൊഫൈലിൽ തന്നെ പല രീതിയിൽ കിടപ്പുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ IMA അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ, നിങ്ങൾ IMAയുടെ വെബ്സൈറ്റ് ആണ് ഈ ബാക്കിൽ കാണുന്നത്, അത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇപ്പോൾ വെൽക്കം നിയ VK എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും, ഇതാണോ ഇനി എൻ്റെ ഒഫീഷ്യൽ നെയിം IMA പ്രൊഫൈലിലെ? ഈ പേരാണോ IMAയുടെ ഒഫീഷ്യൽ പേരായിട്ട് കൺസിഡർ ചെയ്യുക? അപ്പോൾ ഇവിടെ നിയ VK എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിക്കും കേക്കും ചിലപ്പോൾ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. പാസ്പോർട്ട് ആണെങ്കിൽ ഒബ്വിയസ്ലി എക്സ്പാൻഷൻ ഉണ്ടാവും. ഇനി ഇതിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു മിഡിൽ നെയിം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫോർ ഓൾ ദി CMA സ്റ്റുഡൻസ് ഔട്ട് ദെയർ, ദിസ് ഈസ് ജസ്റ്റ് എ ഷോർട്ട് ഫോം ഓഫ് യുവർ കംപ്ലീറ്റ് നെയിം. ഈ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഹോം പേജിൽ കാണിക്കുന്ന പേരെന്ന് പറയുന്നത് IMA പ്രൊഫൈലിലുള്ള നിങ്ങളുടെ ഒറിജിനൽ പേരല്ല. നിങ്ങളുടെ പേര് എത്രത്തോളം വലുതാണോ ആ വലുതായ പേരിനെ ഈ ഒരു ബോക്സിനകത്ത് വളരെ ചുരുക്കിയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ പേര് വെച്ചിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫിനെ എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്.
സോ നിങ്ങളുടെ IMA പ്രൊഫൈലിലെ ആക്ച്വൽ യഥാർത്ഥ വെരിഫൈഡ് പേര് ഏതാണെന്ന് നോക്കണമെങ്കിൽ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. മൈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൈ മെമ്പർഷിപ്പ്, മൈ അക്കൗണ്ട്, IMA ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ബട്ടൺ അവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ IMA ഡെമോഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എവിടെയാണ് പോകേണ്ടത്, IMA ഡെമോഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. IMA ഡെമോഗ്രാഫിക്സിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും കാണാൻ സാധിക്കും. നോക്കി, ഇവിടെ എന്താണ് ഫസ്റ്റ് നെയിം നിയ, മിഡിൽ നെയിം എന്താണ് കൃഷ്ണ, ആൻഡ് ലാസ്റ്റ് നെയിം എന്താണ് VK. നിയ കൃഷ്ണ VK എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി ഉള്ള നെയിം. ഇതാണ് IMAയുടെ വെരിഫൈഡ് നെയിം. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ സൈഡിൽ നമുക്ക് നിയ കൃഷ്ണ ഉണ്ടായിരുന്നു, കൃഷ്ണയുടെ പേര് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല, നിയ VK എന്ന് മാത്രമേ പേരുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ വെൽക്കമിൻ്റെ അവിടെ കിടക്കുന്ന പേര് കണ്ടിട്ട് നിങ്ങൾ പാനിക് ആവേണ്ട, അയ്യോ എൻ്റെ പേര് തെറ്റാണോ IMA പ്രൊഫൈലിൽ, അങ്ങനെ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഈ IMA ഡെമോഗ്രാഫിക്സിൽ എന്ത് പേരാണോ ഉള്ളത് ആ പേരാണ് നിങ്ങളുടെ ഒറിജിനൽ വാലിഡേറ്റഡ് നെയിം എന്ന് പറയുന്നത്. സോ വൺസ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ IMA ഡെമോഗ്രാഫിക്സിലുള്ള പേരും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഐഡന്റിറ്റി പ്രൂഫിലെ പേരും എന്തായിരിക്കണം, സിമിലർ ആയിരിക്കണം. അതിൽ തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. സോ ഹോപ്പ്ഫുള്ളി ആ ഒരു കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എല്ലാവരും ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് IMA ഡെമോഗ്രാഫിക്സിൽ പോവുക, അവിടെ എന്ത് പേരാണോ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കുക, അത് കറക്റ്റാണോ, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് പ്രൂഫുമായിട്ടാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് തീരുമാനം എടുക്കണം. കാരണം ആസ് ഐ സെഡ്, പാസ്പോർട്ടിലെ പേരും മറ്റ് ഐഡന്റിറ്റി പ്രൂഫിലെ പേരും തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങളുടെ എക്സാമിന് ഒരു കാരണവശാലും ബാധിക്കാൻ പാടില്ല. ഇനി ഇൻ കേസ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഓപ്ഷൻ, എന്താ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രൂഫ്, നിങ്ങളുടെ ഒറിജിനൽ ID പ്രൂഫ് ഏതാണോ ആ പ്രൂഫ് ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ എൻ്റെ പേരിൽ തെറ്റുണ്ട്, എനിക്ക് പേര് ഈ പറഞ്ഞിരിക്കുന്ന പാസ്പോർട്ടിലെ രീതിയിലോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിലെ രീതിയിലോ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് IMAക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, മെയിൽ അയക്കണം. അപ്പോൾ IMAക്ക് മെയിൽ അയക്കേണ്ട മെയിൽ ID എന്ന് പറയുന്നത് IMA@imanet.org, IMA@imanet.org, IMA@imanet.org എന്ന് പറയുന്ന മെയിൽ IDയിലേക്ക് എന്ത് ചെയ്യുക, മെയിൽ അയക്കുക. ഇത് പറഞ്ഞ പ്രശ്നമുണ്ട്, പേരിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, ഈ പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഈ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ ID പ്രൂഫിലുള്ളതുപോലെ തന്നെ എൻ്റെ പേര് കൺവേർട്ട് ചെയ്യണം, സ്പെല്ലിംഗ് ഒക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂഷ്വലി കുറച്ച് ടൈം എടുക്കും, ബിക്കോസ് നമ്മുടെ യൂസേഴ്സ് ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് മെയിൽ വരുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ കിട്ടാനൊക്കെ കുറച്ച് ടൈം എടുക്കും. എങ്കിലും എക്സാമിൻ്റെ തലേന്നോ ഒരാഴ്ച മുന്നേ ഒക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പണി കിട്ടും. അതുകൊണ്ട് തന്നെ മുന്നേ ഇതൊക്കെ നോക്കി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു എവരിവൺ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.